ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ. പലസ്തീൻ പ്രാദേശിക സമയം 12 മണിയോടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഹമാസും ഇസ്രായേലും സമാധാന കരാർ അംഗീകരിച്ചു. ഇസ്രായേലി ബന്ദികളെ തിങ്കളാഴ്ചയോടെ മോചിപ്പിക്കുമെന്നും 24 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുമെന്നുമാണ് വിവരം. കരാറിലെ നിർദ്ദേശങ്ങളുടെ ആദ്യഘട്ടമാണ് പ്രാബല്യത്തിലായത്. ഇസ്രായേലും ഹമാസും ഗാസയിലെ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അറിയിച്ചത്. തന്റെ പദ്ധതിയുടെ ആദ്യഘട്ടം ഇരു കൂട്ടരും അംഗീകരിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേലും ഹമാസും ഞങ്ങളുടെ സമാധാന പദ്ധതിയിലെ ആദ്യഘട്ടത്തിൽ ഒപ്പിട്ടതായി ഞാൻ അഭിമാനത്തോടെ അറിയിക്കുന്നു. എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കും. ഇസ്രായേൽ അവരുടെ സേനയെ പിൻവലിക്കും. എല്ലാ കക്ഷികളെയും നീതിപൂർവ്വം പരിഗണിക്കും. അറബ് മുസ്ലിം സമൂഹത്തിനും ഇസ്രായേലിനും അമേരിക്കയ്ക്കും എല്ലാ രാജ്യങ്ങൾക്കും ഇത് നല്ലൊരു ദിവസമാണ്. ചരിത്രപരവും അത്യപൂർവവുമായ ഈ നിമിഷത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ച മധ്യസ്ഥരായ ഖത്തറിനും ഈജിപ്തിനും തുർക്കിക്കും ഞങ്ങൾ നന്ദി പറയുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. കരാറിന്റെ ആദ്യഘട്ടം അംഗീകരിച്ചതായി ഹമാസും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചിരുന്നു. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ, ഈജിപ്ത്, തുർക്കി, ട്രംപ് എന്നിവർക്ക് നന്ദി പറയുന്നതായി ഹമാസ് അറിയിച്ചു. ഇസ്രായേൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടോയെന്ന് ട്രംപ് അടക്കമുള്ളവർ ഉറപ്പാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. കരാർ ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കും. അധിനിവേശ സേനയുടെ പൂർണ്ണമായ പിൻവാങ്ങൽ ഉറപ്പാക്കും. മാനുഷിക സഹായങ്ങളുടെ പ്രവേശനം ഉറപ്പാക്കും. ജയിൽ തടവുകാരെ കൈമാറും. ഗാസയിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത ധൈര്യവും വീര്യവും പ്രകടിപ്പിച്ചു. സ്വാതന്ത്ര്യം, സ്വയം നിർണയാവകാശം എന്നിവ കൈവരിക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങളുടെ അവകാശങ്ങളെ കൈവിടില്ല എന്ന് ഹമാസ് വ്യക്തമാക്കി. കരാറിന്റെ ആദ്യഘട്ടം ഒപ്പിടുന്നതിന് പിന്നാലെ മോചിപ്പിക്കേണ്ട തടവുകാരുടെ പട്ടിക ഹമാസ് കൈമാറിയിട്ടുണ്ട്. ഇത് ഇസ്രായേലിന് ഒരു മഹത്തായ ദിവസമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. കരാറിന് അംഗീകാരം നൽകുന്നതിന് നാളെ സർക്കാരിനെ വിളിച്ചു ചേർക്കുമെന്നും എല്ലാ ബന്ദികളെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള പവിത്രമായ ദൗത്യത്തിന് അണിനിരുന്നതിന് ഇസ്രായേൽ സേനയ്ക്കും അമേരിക്കൻ പ്രസിഡന്റിനും നന്ദി പറയുന്നുവെന്നാണ് നെതന്യാഹു പറഞ്ഞത്.